കരിമുണ്ട എന്ന് പറയുന്ന ഒരിനം കുരുമുളക് ചെടിയാണിത്. ഏകദേശം 1.5 വർഷത്തോളം പ്രായമായ ഒരു ചെടിയാണ്. ഇതിൽ നിന്ന് നമ്മൾ ഒരു തവണ വിളവെടുത്തിട്ടുണ്ട്. 5 കിലോയോളം മുളക് നമുക്കിതിൽ നിന്ന് ലഭിച്ചു. ഇതിനകത്ത് കരിമുണ്ട മാത്രമല്ല, പന്നിയൂർ എന്ന് പറഞ്ഞ ഒരു ഇനവും കൂടെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ 3-4 ഗ്രാഫ്റ്റിംഗ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് 6 മാസം പ്രായമായിട്ടുള്ള ഒരു കുരുമുളക് ചെടിയാണ്. ഗ്രാഫ്റ്റ് ചെയ്തിട്ട് 6 മാസമായിട്ടുള്ളൂ. ഇതിൽ നിറയെ തിരികളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ചെടി രാവിലെയും വൈകിട്ടും നനച്ചു കൊടുക്കണം. രാവിലെയും വൈകിട്ടും നനച്ചു കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ഏതെങ്കിലും ഒരു നേരമെങ്കിലും നിർബന്ധമായും നനച്ചു കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ വരുന്ന ഇലകളൊക്കെ വെയിലിൻ്റെ ചൂടേറ്റ് പൊള്ളിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. തിരികളിൽ മുളകുണ്ടാവാനും ഭയങ്കര ചാൻസ് കുറവാണ്. എണ്ണം കുറഞ്ഞു പോകും നമ്മൾ ഇതിലുണ്ടാവുന്നത്. അപ്പം ഇത് 6 മാസമായ ഈ തൈയിൽ എന്തോരം തിരികൾ ഉണ്ടായിട്ടുണ്ടെന്ന് കാണാമല്ലോ. അപ്പോൾ ഇതിലെല്ലാം ഇനി പുതിയ മുളകുകളെല്ലാം ഉണ്ടാവും. നമുക്കിത് ആദ്യമായിട്ടാണ് നമ്മൾ ഇതിനകത്തെ വിളവെടുക്കാൻ പോകുന്നത്. ഇത് ആണെങ്കിൽ 3 ഗ്രാഫ്റ്റിംഗ് ഉള്ള ഒരു കുരുമുളക് ചെടിയാണ്. താഴത്തെ ലെയറിൽ 1 ഗ്രാഫ്റ്റിങ്ങും മുകളിൽ 2 ഗ്രാഫ്റ്റിങ്ങും ഉണ്ട്. അങ്ങനെ 3 ഗ്രാഫ്റ്റിംഗ് ഉണ്ട്. ഇത് 3ഉം കരിമുണ്ടയാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. നമുക്ക് 5 കിലോ പച്ചമുളക് വരെ ഇപ്പോൾ 1.5 വർഷം ചെടിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. 5 കിലോ പച്ചമുളക് എന്ന് പറഞ്ഞാൽ 2 കിലോ ഉണങ്ങിയ കുരുമുളകേ ലഭിക്കുകയുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ചെറിയൊരു ഷെയ്ഡിലാണ് ഈ ചെടികളെല്ലാം വെച്ചേക്കുന്നത്. ഇത്ര അധികം ചെടികളുള്ളതുകൊണ്ടാണ് ഒരു ഷെയ്ഡിൽ വെച്ചിരിക്കുന്നത്. ഒരു ചെടി വളർത്തുന്നവർക്ക് അതങ്ങനെ ഷെയ്ഡിൽ വെക്കണമെന്നൊന്നുമില്ല. അധികമായിട്ട് വെയിൽ തട്ടാത്ത ഒരിടത്ത് നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അതുപോലെ ക്യാനിലും കവറിലും ചെടിച്ചട്ടിയിലുമായിട്ട് നമ്മൾ നട്ടിട്ടുണ്ട്. വലിയ പ്ലാന്റ് ആകുമ്പോഴേക്കും നമ്മളൊരു ക്യാനിലേക്ക് മാറ്റുകയാണെങ്കിൽ അതിന് കുറച്ചും കൂടി നനയ്ക്കാനും വളമിടാനും സൗകര്യം ഉണ്ടായിരിക്കും. നമ്മുടെ കുരുമുളകെല്ലാം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന തിപ്പലിയിലാണ്. ഇതൊക്കെ നമ്മൾ ചെയ്തിട്ട് പുതിയതായിട്ട് വളർന്നു വന്നിരിക്കുന്ന തൈകളാണ്. ഇതൊരു 2 മാസമൊക്കെ ആയതാണ്. ഈ തീരെ ചെറുതായിട്ട് കാണുന്ന ചെയ്തിട്ട് ഒരു 1 മന്തൊക്കെ ആയിട്ടുള്ളൂ. ബഡൊക്കെ കറക്റ്റായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് കുതിരവാലി എന്ന് പറഞ്ഞ ഒരു ഇനത്തിൽപ്പെട്ട കുരുമുളകാണ്. ഇതിൻ്റെ തിരിക്ക് നല്ല നീളം ഉണ്ടാവും. അതുകൊണ്ടാണ് ഇതിന് കുതിരവാലി എന്ന് പറയുന്നത്. മുളകിൻ്റെ എണ്ണവും കൂടുതലായിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ ഒരു മദർ പ്ലാന്റ് ആയിരുന്നു. പക്ഷേ നമ്മൾ ഇതിൽ നിന്ന് കുറേ തണ്ടുകൾ കട്ട് ചെയ്ത് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഇരിക്കുന്ന എല്ലാം കുതിരവാലി എന്ന് പറഞ്ഞ ഇനത്തിൽപ്പെട്ട തൈകളാണ്. അതുകൊണ്ടാണ് നമ്മുടെ മദർ പ്ലാന്റ് അധികം വലുതാവാത്തത്. കാരണം അതിൽ നിന്നുണ്ടായതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് പുതിയ തൈകൾക്കായിട്ട് ഗ്രാഫ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. നമുക്ക് ആർക്ക് വേണമെങ്കിലും ഒരു മദർ പ്ലാന്റ് വലുതാക്കി എടുത്തിട്ട് കൂടുതൽ തൈകൾ വേണമെങ്കിൽ നട്ട് ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇത് പെപ്പർ തെക്കൻ 1 എന്ന് പറഞ്ഞ ഒരു കുരുമുളക് ഇനത്തിൽപ്പെട്ടതാണ്. ഇതിനകത്ത് തിരികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൊല കുത്തി തിരികളുണ്ടാവും. അതുപോലെ തന്നെ ഇതിനകത്ത് ഇപ്പോൾ 1 കിലോ പച്ചമുളക് കിട്ടിയാൽ 1/2 കിലോ ഉണക്കമുളക് കിട്ടും. അതുപോലെ ഒരുപാട് അങ്ങനെ കുറഞ്ഞു പോവില്ല. പിന്നെ നിറയെ കായ്ക്കും. ഇതാണ് ഇതിൻ്റെ പെപ്പർ തെക്കൻ 1ൻ്റെ പ്രത്യേകത.